ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ ഹാസ് എക്സ് പ്ലസ് 1 എ ഫാക്ടർ. നമുക്കിവിടെ 4 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ഈ 4 പോളിനോമിയൽസിൽ ഏത് പോളിനോമിയൽസിൻ്റെ ഫാക്ടറാണ് എക്സ് പ്ലസ് 1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിതിൽ ഓരോന്നിൻ്റെയും ഫാക്ടറാണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ആദ്യം ഫസ്റ്റത്തെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു, നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ള നമ്പർ എക്സ് പ്ലസ് 1 ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ, അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു -1 കിട്ടും. ഇനി ഈ -1 നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ എക്സ് പ്ലസ് 1 ഒരു ഫാക്ടറാണ്. 0ക്ക് പകരം വേറെ ഏതെങ്കിലും നമ്പറാണ് കിട്ടുന്നതെങ്കിൽ എക്സ് പ്ലസ് 1 എന്തല്ല, ഫാക്ടർ അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെക്ക് ചെയ്യാൻ പോവാണ്. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 -1 ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ -1ൻ്റെ ക്യൂബ് പ്ലസ് -1ൻ്റെ സ്ക്വയർ -1 പ്ലസ് 1 എന്ന് വരും. -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണ്. 1നെ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടുന്നത് 1 ആണ്. 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഇനി ഒരു മൈനസും കൂടി ഇല്ലേ, അപ്പോൾ ഫൈനൽ ആൻസർ നെഗറ്റീവ് വരും. ഓക്കെ, ദെൻ -1ൻ്റെ സ്ക്വയർ 2 പ്രാവശ്യം -1നെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, അത് ഇതാണ്, അത് പോസിറ്റീവ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഞാൻ എഴുതി. -1 പ്ലസ് 1 -1 പ്ലസ് 1. നോക്കി, ഈ -1ഉം ഈ +1ഉം ക്യാൻസൽ ആവും, ഈ -1ഉം ഈ +1ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവ് നമ്പറുകൾ ആദ്യം കൂട്ടാം. 1 കൂട്ടിയാൽ 2, പിന്നെ മൈനസ് ഇട്ടിട്ട് നെഗറ്റീവ് നമ്പറുകൾ 1 1 2, അപ്പോഴും 2 - 2 എത്രയാ, 0. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് 0 ആണ് കിട്ടിയത്. ആൻസർ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫാക്ടറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് x⁴ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, -1 നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കണം. എല്ലാത്തിനും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ x⁴ എന്താവും, -1⁴ ആവും. x⁵ എന്താവും, -1�3 ആവും. എക്സ് സ്ക്വയർ എന്താവും, -1² ആവും. എക്സ് എന്താവും, -1 പ്ലസ് 1 എന്ന് വരും. ഇനി -1⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1നെ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാനാണ്. എത്ര വട്ടം 1നെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 ആണ്. ഇനി 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. വീണ്ടും 2 നെഗറ്റീവ് ഉണ്ട്, അതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ +1 എന്ന് കിട്ടും. ഇനി -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും, പിന്നെ ഒരു നെഗറ്റീവ് ബാക്കിയുണ്ട്, അപ്പോൾ അത് -1 ആവും. -1ൻ്റെ സ്ക്വയർ അത് 1 ആവും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1 - 1 0 ആയി, 1 - 1 0 ആയി. ബാക്കി ഞാരുണ്ട്, 1 ഉണ്ട്. ബാക്കി ഞാരുണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് 0 ആണോ, അല്ല. നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ 0 അല്ലല്ലോ. 0 അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് x⁴ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ അല്ല എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് എ ഫാക്ടർ. എക്സ് പ്ലസ് 1 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പം നോ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് അതേപോലെ തന്നെ നമ്മൾ -1 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, -1⁴ പ്ലസ് 3 ഇൻറ്റു -1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു -1 സ്ക്വയർ -1 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ -1നെ 4 വട്ടം ഗുണിക്കണം. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1. 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി. വീണ്ടും 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായി. അപ്പോൾ അത് 1 ആവും.
ഇവിടെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് -1 ആവും. കാരണം 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി. പിന്നെ ഒരു മൈനസ് ബാക്കിയുണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇനി 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തു. -1⁴ 1 കിട്ടി. 3 × -1ൻ്റെ ക്യൂബ് -1 പ്ലസ് 3 × -1ൻ്റെ സ്ക്വയർ 1. ഇനി നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × -1 -3 ആണ്. 3 × 1 3 ആണ്. ഓക്കെ, 3 × -3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലാതെ 3ക്ക് 1 കൂട്ടിയിട്ട് 4, 4നെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4, പിന്നെ അതിലേക്ക് 3 കൂട്ടുമ്പോൾ -1, പിന്നെ അതിന് 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1, പിന്നെ -1, അപ്പം -2, അങ്ങനെ കൂട്ടി പോരുത്, തെറ്റാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേ ആൻസർ കിട്ടും. പക്ഷെ നമ്മുടെ മാത്സ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, പിന്നെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 × -1 -3, 3 × 1 3, ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ. ഈ -3യും +3യും ക്യാൻസലായി, -1ഉം +1ഉം ക്യാൻസലായി. ഫൈനലിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 തന്നെയാണ്. ഓക്കെ, 0 ആണോ കിട്ടിയത്? അല്ല. 0 കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? x+1 എന്ന് പറയുന്നത് x⁴ 3x³ + 3x² + x + 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ അല്ല. x+1 is not a factor of the polynomial x⁴ 3x + 3x³ + 3x² + x + 1. ഓക്കെ, നോട്ട് എ ഫാക്ടർ. ഒന്നാമത്തെ ഫാക്ടർ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ദെൻ ഫൈനലി ദ ലാസ്റ്റ് വൺ, നമ്മൾ -1 അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ -1³ -1². ശരിക്കും ശ്രദ്ധിക്കണേ, ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസാണ്. നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ -1 വരുന്നുണ്ട്. ബ്രാക്കറ്റ് ഇട്ട് തന്നെ കൊടുക്കണം കേട്ടോ. -2 + √2x, എക്സ് കഴിയുമ്പോൾ -1 വരും, +√2. നേരത്തെ പറഞ്ഞ പോലെ -1ൻ്റെ ക്യൂബ് അത് എത്രയാ? -1. -1ൻ്റെ സ്ക്വയർ അത് എത്രയാ? 1. ഓക്കെ, ഇനി ഞാൻ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ -1നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് തന്നെ ചെയ്തതാണ്. ഇവിടെ -1ൻ്റെ ക്യൂബ് -1, -1ൻ്റെ സ്ക്വയർ 1, പിന്നെ ഈ -1നെ ഞാൻ ഉള്ളിൽ കൊടുത്തു. -1 × 2 എത്രയാ? -2. -1 × √2 എത്രയാ? -√2 +√2 എന്ന് വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഓക്കെ, -1 -1 എത്രയാ? -2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ -1 × ഇത് രണ്ടും ഗുണിക്കുമ്പോൾ എന്തായി? പ്ലസ് ആയി. ഈ മൈനസിനെ ഈ മൈനസായിട്ട് ഗുണിക്കുമ്പോൾ അതും പ്ലസ് ആയി, +√2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 - 2 ക്യാൻസൽ ആയി പോയി. 2 ന്ന് 2 പോയില്ലേ? ഇനി 2 ഇല്ലല്ലോ. ബാക്കി ഇനി √2 +√2 എന്നാണുള്ളത്. എന്താ √2 +√2? അത് 2√2 ആണ്. = 0 ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം x+1 is not a factor of the polynomial x³ - x² -2 +√2x +√2. ഓക്കെ, അപ്പോൾ x+1 എന്ന് പറയുന്നത് ഫസ്റ്റത്തേൻ്റെ മാത്രം പോളിനോമിയൽ 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നോ എന്ന് കിട്ടും കേട്ടോ. ഇത് പോളിനോമിയൽ ഫാക്ടർ x+1 ഈ പോളിനോമിയലിൻ്റെ ഫാക്ടർ അല്ല എന്നുള്ളത് കിട്ടി.